ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം അകത്തിരിക്കാൻ പറ്റത്തില്ല, രാവിലെ തൊട്ട് കറണ്ട് ഇല്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ വെട്ടം കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുറത്ത് വന്നിരുന്നേക്കാം, ഇന്ന് തന്നെ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ വെയിറ്റ് ഗെയിൻ ആ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ വിചാരിച്ചു സപ്പോർട്ടൊന്നും കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഇട്ടത്. പക്ഷെ ദൈവം സഹായിച്ച് കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇത്ര പേരൊക്കെ വീഡിയോ, ഒരുപാട് പേരൊന്നുണ്ടെങ്കിലും കുറച്ച് പേരൊക്കെ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ കണ്ടവർക്കും അതിൽ കമന്റ് ചെയ്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി. അപ്പം ആ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വേറൊരു സ്റ്റോറി ഉണ്ട്, പല്ലിൽ കമ്പിയിട്ട്. അതൊരു ഡിസാസ്റ്റർ ആണ് ആക്ച്വലി. അപ്പം അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബ് കുട്ടി എൻ്റെ ഇടയ്ക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് ഇടുവാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് ഇട്ടേക്കാം, കാരണം ഞാൻ അതിൻ്റെ കാര്യം പിന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ ചോദിച്ചാൽ എന്നാൽ പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ വീഡിയോ ഇടുന്നത്. ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പല്ലിൽ കമ്പി ഇടാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ എന്നാലും മസ്റ്റായിട്ടൊന്ന് കാണണം. എന്താണെങ്കിലും നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഞാൻ പല്ലിൽ സാധാരണ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര വർഷമാണ് പല്ലിൽ കമ്പി ഇട്ടുകൊണ്ട് നടക്കുന്നത്? 1 വർഷം. അഥവാ എന്തെങ്കിലും പ്രശ്നം കൂടുതലുണ്ടെങ്കിൽ 2 വർഷം. അങ്ങനെ പല്ലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളങ്ങനെ കുറച്ചിങ്ങനെ നാളിങ്ങനെ പോകത്തുള്ളൂ അല്ലേ. സോറി, എൻ്റെ ഫോണിലൊരു കോൾ വന്നതാണേ. അപ്പം അങ്ങനെയാണ്. കൂടി വന്നു കഴിഞ്ഞാൽ 1 വർഷം, അല്ലെങ്കിൽ അതും പോരെന്നുണ്ടെങ്കിൽ 2 വർഷമൊക്കെ പോകത്തുള്ളൂ. പക്ഷെ എൻ്റെ പല്ലിൽ കമ്പിയിട്ടത് 4 വർഷമാണ്. എൻ്റെ പല്ലിൽ കമ്പിയിട്ടത്. എനിക്ക് പല്ലിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അഹങ്കാരം കൊണ്ടിട്ടാണ് ഞാൻ കൊണ്ട് പല്ലിൽ കമ്പിയിട്ടത്. ഞാൻ വീട്ടിൽ കമ്പിയിടാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പ അമ്മയൊക്കെ കമ്പിയോ പല്ല് എന്തിനെന്നായിരുന്നു അവരുടെ ചോദ്യം. കാരണം പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പല്ലിന്. ഇച്ചിരി ഒന്ന് പൊങ്ങി അവിടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കമ്പിയിടാം. എല്ലാവരും കമ്പിയിടുമ്പോൾ ഞാനെന്ന് വിചാരിച്ചു പല്ലിൽ കമ്പിയിടുന്നത് എന്ത് ഭയങ്കര സംഭവം എന്ന രീതിയിലാണ് ഞാൻ പോയിട്ട് പല്ലിൽ കമ്പിയിടുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ചെന്ന് ഒരു ഡോക്ടറെ ചെന്ന് കൺസൾട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇത്ര നാൾ 1 വർഷമാണ് എന്നോട് പറഞ്ഞത്. 1 വർഷം കമ്പിയിടേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പല്ലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പല്ലെടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അല്ലാതെ നമുക്ക് ചെയ്യാന്നേ ഉള്ളൂ. 15,000 രൂപയായിരുന്നു എൻ്റെ പല്ലിൽ കമ്പിയിട്ട സമയത്ത്. അപ്പം ഞാൻ ഓക്കെ, എക്സ്ട്രാ ബെനിഫിറ്റ് ഇട്ട്. അപ്പം ഞാൻ പല്ലും എടുക്കണ്ട, അപ്പം പല്ലും ശരിയാകും, നേരെയാകും, അതല്ല ഇച്ചിരി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതും താഴുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ ഇതൊക്കെ എനിക്ക് ഒന്നും നടന്നില്ല. ഞാൻ പല്ലിൽ കമ്പിയിട്ടു. അപ്പം ഒരാഴ്ച നമുക്ക് ചെന്ന് കാണണമെന്ന് പറയും. ഒരാഴ്ച ചെല്ലുമ്പോൾ ഡോക്ടർ നോക്കും, എന്തൊക്കെയോ പല്ലി ചെയ്യും, പിന്നെ വരാൻ പറയും. പിന്നെയും അടുത്ത ആഴ്ച ചെല്ലും, എന്തൊക്കെയോ നോക്കും, പിന്നെ ചിലപ്പോൾ അങ്ങനെ 1 year ആയി. അപ്പം ഞാൻ വെച്ചു 1 വർഷമല്ലേ ആയിട്ടുള്ളൂ, സെറ്റ് ആവുമായിരിക്കും. 2 വർഷമായി, പല്ലിന് ഒരു മാറ്റമില്ല. അപ്പം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, 2 വർഷമായില്ലേ പല്ലിൽ കമ്പിയിട്ട്, ഇതൊരു പല്ലിൽ കമ്പി മാറ്റാറായില്ല. കാരണം എൻ്റെ പല്ല് പൊങ്ങാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ പല്ല് പൊങ്ങാൻ തുടങ്ങിയതോ നല്ല രീതിയിൽ പല്ല് പൊങ്ങാൻ തുടങ്ങി. ഞാൻ ശരിക്കും ക്ഷീണിച്ചു. ഇപ്പം എൻ്റെ കൈയൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ പകുതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൈ. ഇപ്പം ഞാൻ വണ്ണം വെച്ചതാണ്. ഞാൻ 33 കിലോ ആയി. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പം 22 വയസ്സുണ്ട്. അപ്പം ഞാൻ എൻ്റെ 20, 21, 19 ആ ഒരു ഏജിലൊക്കെ കഴിഞ്ഞ വർഷം വരെയും എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 33 കിലോയാണ്. എനിക്ക് പൊക്കും ഹൈറ്റ് ഒരുപാടില്ല, എനിക്ക് 5 feet 2 inch അത്രയ്ക്കുള്ള ഹൈറ്റ്. പക്ഷേ എൻ്റെ ഹൈറ്റ് അനുസരിച്ചുള്ള വണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 45 തൊട്ട് അങ്ങോട്ട്. പക്ഷെ ഇപ്പം എനിക്കൊരു കറക്റ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ജിമ്മിൽ പോയി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഇൻഷാല്ലാ പെട്ടെന്നല്ല ഓക്കെ ആവും. ഇനിയും കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം എൻ്റെ വെയിറ്റ് ഗെയിൻ ഞാൻ ഇതിടുന്നുണ്ട്, സീരീസ് ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കയറി കാണാം കേട്ടോ. അയ്യോ, വിഷയം മാറിപ്പോയി. അങ്ങനെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്നോട്, ഇതെന്താ പല്ലി കമ്പി മാറ്റാറായില്ലത്. അപ്പം എനിക്ക് ടെൻഷനായി തുടങ്ങി. ഞാൻ അയ്യോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടറിനെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ അയാൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി എല്ലാവരും ചോദിക്കാൻ പോയ സമയത്ത്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു പോയി പല്ലി കമ്പിയിട്ടത്. അപ്പം അവൾ എറണാകുളത്ത് ഒരു പഠിക്കുന്നതിൻ്റെ ജോബിൻ്റെ എന്തോ ആവശ്യത്തിന് അവൾ പോയ സമയത്ത് അവൾ അവിടുത്തെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഈ ഡോക്ടറിനല്ല, അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അവളുടെ എൻ്റെ പോലെ തന്നെയായിരുന്നു സെയിം. നമ്മൾ പല്ലൊന്നും എടുപ്പിക്കാതെയാണ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഒരു പല്ലെടുത്തു, 4 പല്ലെടുത്തു. അവിടെ തിരിച്ചിങ്ങോട്ട് പല്ലൊക്കെ താന്നു ശരിക്കും. അപ്പം ഞാനിങ്ങനെ വണ്ടറായിപ്പോയി. അപ്പം ഞാൻ വെച്ചു ഇനി എൻ്റെ പല്ല് മാത്രം എന്താ കർത്താവ് ഇങ്ങനെ, ഞാൻ ഇനി കുളമായി പോകും. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വെച്ചു ഇനി ആ ഡോക്ടറിൻ്റെ അടുക്കൽ പോവണ്ട, നിർത്തിയേക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഫുൾ എമൗണ്ട് കൊടുത്ത് തീർത്തായിരുന്നു. അതാണ് എനിക്ക് അതിനെക്കാട്ടി സങ്കടം. വീട്ടിൽ നിന്ന് തേറി വേറെയും കിട്ടി. എനിക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ അവിടുത്തെ ഡോക്ടറിനെ കാണൽ നിർത്തിയിട്ട് ഞാൻ വേറൊരു ഡോക്ടറിനെ പോയി ഞാനും അവളും കൂടെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ല് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, അപ്പോൾ പല്ല് എന്തായാലും എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു പല്ലെടുത്തു. പിന്നെ നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, കാരണം നമ്മുടെ വീട് ആ ഒരു ക്ലിനിക്കായിട്ട് നല്ല ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും. അതിപ്പോൾ ഞാൻ ഡിഗ്രി 2nd year ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് അവള് കമ്പിയിടുന്നത്. അവള് സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ വീടിന്റെ കുറച്ച് ഡിസ്റ്റൻസുകൾ 10-20 മിനിറ്റ് വണ്ടിയിൽ ഞാൻ സ്കൂട്ടിൽ പോകണമെങ്കിൽ അത്രയൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ അവൾ അവിടെ ചെന്നാണ് കമ്പിയിട്ട്. അവൾ പറഞ്ഞ നല്ല ഡോക്ടറാണ്, നീ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഡോക്ടർ.
അങ്ങനെ ഞാൻ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും പല്ലെടുക്കണം. അപ്പം അവിടെ എല്ലാം ടക്ക് അങ്ങനെയാണ്, ഭയങ്കര ക്വിക്കായിരുന്നു എല്ലാം. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ അവർ പറഞ്ഞു പല്ലെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പല്ലെടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പം അടുത്ത പല്ലും എടുത്തു. അങ്ങനെ 3 പല്ലും എടുത്തു. 3 പല്ല് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ തുടങ്ങി. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു, മുത്ത് ഒക്കെ കറക്റ്റായിട്ട് സെറ്റാക്കി. അവിടെ പോയി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പല്ല് താഴാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ ഭയങ്കര അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല എൻ്റെ പല്ല് നേരെ ആകുമെന്ന്. ഞാൻ വിചാരിച്ചു. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് എൻ്റെ ഫ്രണ്ടിനോടാണ്. ആവണി, താങ്ക് യു സോ മച്ച് ടാ. അപ്പം അവളില്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എൻ്റെ പല്ല് ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി തന്നെ ഇരുന്നേനെ. ഞാൻ ക്ഷീണിക്കുകയും വൃത്തികേടാക്കുകയൊക്കെ ചെയ്തു. പല്ല് കാണുന്നപ്പോഴത്തേക്കും സെറ്റായി തുടങ്ങി. അപ്പം ഞാൻ ആ സമയത്ത് ഞാനിപ്പോൾ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് ഒരു 4 വർഷമൊക്കെ ആവുന്നു. അപ്പോൾ ആ സമയത്ത് ജിമ്മിൽ പോകുമായിരുന്നു. പക്ഷേ കഴിച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. പിന്നെ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാം സെറ്റ്. അങ്ങനെ പല്ലൊക്കെ താഴാൻ തുടങ്ങി. അങ്ങനെ അവിടെ കൺസൾട്ട് ചെയ്ത് ഒരു 1 ഇയർ ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കമ്പി എടുത്തു. എൻ്റെ കമ്പി എടുത്തിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്. ഇപ്പം ഞാനിപ്പോൾ 2 മാസം ആവുന്നേ ഉള്ളൂ പല്ല് ക്ലിപ്പ് മാറ്റിയിട്ട്. അതുവരെ എൻ്റെ പല്ല് ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ക്ലിപ്പ് മാറ്റി എല്ലാം സെറ്റായി. കണ്ടോ, എല്ലാം സെറ്റായി. അപ്പം എനിക്ക് നിങ്ങളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പല്ലിൽ കമ്പിയിടാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അല്ലെങ്കിൽ പറ്റിക്കപ്പെടും, ഉറപ്പാണ്. എനിക്ക് കുറേ പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം. നല്ല ഡോക്ടറിനെ ചെന്ന് കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് പോകണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കണം. ഞാൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് 100 ഇപ്പം ടിക്കറ്റ് കൊടുത്തിട്ട് ചേട്ടാ 10 രൂപയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ 90 രൂപ തിരിച്ചു തരണമല്ലോ, അതുപോലും ചോദിക്കാൻ പേടിയുള്ള ഒരാളാണ് ഞാൻ ചോദിക്കത്തില്ല. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ അപ്പയൊക്കെ എപ്പോഴും കുറച്ചൊക്കെ ധൈര്യം കാണിക്കണമെന്ന്. അപ്പം പിന്നെ എൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാനങ്ങനെ ചോദിച്ചില്ല. അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് ബോൾഡായിട്ട് വരുന്നുണ്ട്. ആ സമയത്തൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നല്ല ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യണം. അപ്പം ഇതൊക്കെ പിന്നെ നമ്മുടെ പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അവർ പറയുന്ന പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് പല്ലിൽ കമ്പി ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞവരാണെങ്കിലോ അലൈനേഴ്സ് ഇപ്പം നമുക്ക് ട്രാൻസ്പെറൻറ്റും കിട്ടും. ഇപ്പം പണ്ടൊക്കെ ട്രാൻസ്പെറൻറ്റ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ട്രാൻസ്പെറൻറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കമ്പി അല്ലെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അത് അവർ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഇടണം. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് അറിയാം, എല്ലാവരുടെയും പല്ല് നല്ല ഇതിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ പല്ല് ഓൾറെഡി എടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഗ്യാപ്പ് വീഴുടെ അപ്പോൾ ഭയങ്കര വൃത്തിയാണ്. പിന്നെ അവരുടെ പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പറഞ്ഞു പോകും. പിന്നെ നമ്മൾ പിന്നെയും കാശ് മുടക്കി പിന്നെ നമ്മൾ പിന്നെ നമ്മൾ പല്ലിൽ കമ്പി ഇടേണ്ടി വരും. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അലൈനേഴ്സ് ഇടണം. നൈറ്റ് കിടക്കുമ്പോഴാണെങ്കിൽ ഇട്ടേക്കണം. ഞാനാണെങ്കിൽ എനിക്കിടാൻ ഭയങ്കര മടിയാണ്. പിന്നെ അമ്മ ചീത്ത പറയും. പിന്നെ ഇനിയും ചെന്ന് ഇടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം അങ്ങനത്തെ മണ്ടത്തരമൊന്നും ആരും കാണിക്കരുത്. എൻ്റെ ഇത് കണ്ടോ, ടോപ്പ് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നനഞ്ഞ് ഫുള്ളും മേലിൽ നിന്ന് ടെറസിൻ്റെ മേലിൽ നിന്ന് വെള്ളം വീണ് നിറഞ്ഞ് പുറത്തായതുകൊണ്ട് പോട്ടെ, സാരില്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തൊന്ന് കണ്ട് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ പറയണം, ഞാൻ അതനുസരിച്ച് ചെയ്യാം. ഞാനിപ്പം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷെ ആ കുറച്ച് നാളിനുള്ളിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കുറച്ചാണെന്നുണ്ടെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും പേരാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.